കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ട്രെൻഡിങ് ആയ ഒരു സാധനമാണ് കുറെ അണലി കുഞ്ഞുങ്ങളെ പിടിച്ച പൂച്ച സാറിന്റെ കഥ. അപ്പൊ ഇവിടെ വന്നപ്പോഴും കണ്ടു 3 പൂച്ചകളുണ്ട്. ഈ പൂച്ചകളെ വളർത്തുന്നതും പാമ്പുമായിട്ട് ഇപ്പോൾ അണലി എന്തുവാണ് ചാടണം എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും പൂച്ച മാറിക്കളയും. പക്ഷെ പട്ടിക്കാണെങ്കിൽ അതിനുള്ള കഴിവ് കുറവാണ്. അപ്പോൾ പട്ടിക്ക് കടി ബൈറ്റ് ഉണ്ടായി. പൂച്ചയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പകുതി ജീവനായി കടിച്ച് ചിലപ്പോൾ നമ്മുടെ കട്ടിലൊക്കെ കൊണ്ടിട്ട് കളയും. അങ്ങനൊരു പ്രശ്നമുണ്ട് പൂച്ചയ്ക്ക്. വീട്ടിലേക്കൊരു മൂർഖൻ വന്നാൽ ഒരു അപകട അവസ്ഥയിലാണ്, സെൽഫ് ഡിഫെൻസ് എന്ന പേരിൽ തല്ലി കൊല്ലേണ്ടി വന്നാൽ അത് കേസാകുമോ? അറിയുവാണെങ്കിൽ കേസാവും. നമ്മളും നമ്മുടെ ജീവനും കളഞ്ഞിട്ടാണ് ഇതുപോലെ റെസ്ക്യൂവിന് വേണ്ടി ഇറങ്ങി പോകുന്നത്. വളർത്ത് കിളികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ മൂർഖൻ ചേരയും വരാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാ പാമ്പും അപകടകാരികളാണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വെനമസ് ആയിട്ടുള്ള 5 പാമ്പാണ്. മീൻസ് കിങ് കോബ്ര, റസൽസ് വൈപ്പർ, സ്പെക്ടക്കിൾഡ് കോബ്ര. പക്ഷേ മൂർഖൻ പാമ്പ് നമുക്ക് വളരെ കൂടുതലാണ്, ഒരുപാട് എണ്ണമുണ്ട്. അണലി അതിലും നമ്പർ കുറവാണ്. നമുക്ക് മൂർഖൻ, അണലി, വെള്ളിക്കെട്ടൻ, ഇത് 3 ശരിക്കും നമ്മൾ പേടിക്കാനുള്ള. ഇവർ 3 പേര് മാത്രമേ ഉള്ളൂ. മൂർഖനും അണലിയും കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അണലിയുടെ വലിയ പല്ലാണ്, നല്ല ആഴത്തിലെ പല്ല് താഴ്ന്നിറങ്ങും. പാരാലിസിസ് പോലെ വരും, സ്ട്രോക്ക് വരുന്ന പോലെ വരും. നമുക്ക് സംസാരിക്കണം എന്ന് തോന്നും. വൊമിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അൺകോൺഷ്യസ് ആവും, പിന്നെ ബോധം നഷ്ടപ്പെടും. അപ്പോൾ ആ ഒരു സമയം ശരിക്കും ഈ മൂർഖൻ പാമ്പോ അണലിയോ അതൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഒരു 1 അവറാണ് നമ്മൾ ശരിക്കും ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. ഈ 1 അവറിൻ്റെ ഉള്ളിൽ ശരിക്കും ആൻറ്റിവനം കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടും. അതെ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ട്രെൻഡിങ് ആയ ഒരു സാധനമാണ് കുറെ അണലി കുഞ്ഞുങ്ങളെ പിടിച്ച പൂച്ച സാറിന്റെ കഥ. അപ്പൊ ഇവിടെ വന്നപ്പോഴും കണ്ടു 3 പൂച്ചകളുണ്ട്. ഈ പൂച്ചകളെ വളർത്തുന്നതും പാമ്പുമായിട്ട് ബന്ധം ഇല്ല. പൂച്ച ശരിക്കും ഞാൻ അങ്ങനെ പൂച്ച അതിനുവേണ്ടി വളർത്തുന്നതല്ല. ഞാൻ ഒരു 2-3 പൂച്ചക്കുട്ടി, അതിലെൻ്റെ ഒരു പൂച്ച എന്ന് പറയുന്നത് ഞാൻ ഒരു മൂർഖൻ പാമ്പ് പിടിക്കാൻ വന്നൊരു പൂച്ചക്കുട്ടിയായിരുന്നു. എന്നെ ഒരു വീട്ടിൽ റെസ്ക്യൂവിന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു പൂച്ച പ്രസവിച്ച് കിടക്കുന്നു, അതിൻ്റെ കുഞ്ഞിനെ പിടിക്കാൻ വേണ്ടി ഒരു മൂർഖൻ വന്ന് അടുത്ത് നിൽപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഞാൻ ഓടിച്ചെന്ന് ആ പാമ്പിനെ ഞാൻ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്തു. അപ്പം നല്ല ഭംഗിയുള്ള ഒരു 3 പൂച്ചക്കുട്ടിയായിരുന്നു. അപ്പം എനിക്കതിൽ ഇഷ്ടം തോന്നി ഞാൻ ഒന്നിനെ എടുത്തോണ്ട് വന്നതാണ്. അല്ലെങ്കിൽ അത് ആ പാമ്പ് എടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രസവിച്ച സമയമായിരുന്നു. ഞാൻ പറഞ്ഞു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് തരണം എന്ന് അവരോട് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തിട്ട് വന്നു. പിന്നെ 2 എണ്ണം റോഡിൽ കിടന്നതാണ്. എനിക്ക് കഷ്ടം തോന്നി ഞാൻ എടുത്ത് വളർത്തിയതാണ്. എനിക്ക് പൊതുവേ ജീവികളോട് കുറച്ച് താല്പര്യം ഉള്ളതുകൊണ്ട് അങ്ങനെ വളർത്തുന്നതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ പൂച്ച എന്ന് പറയുന്ന പൂച്ചയുടെ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റാണ്, വളരെ. ഇപ്പോൾ അണലി എന്തുവാണ് ചാടണം എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും പൂച്ച മാറിക്കളയും. പക്ഷെ പട്ടിക്കാണെങ്കിൽ അതിനുള്ള കഴിവ് കുറവാണ്. അപ്പോൾ പട്ടിക്ക് കടി ബൈറ്റ് ഉണ്ടായി മരിച്ചു പോകാനുള്ള സാധ്യത പട്ടിക്ക് കൂടുതലാണ്. പക്ഷെ പൂച്ചയ്ക്ക് അത് കുറവാണ്. പൂച്ച അങ്ങനെ കടിച്ച് പൂച്ച ചത്തുപോകുന്ന സാഹചര്യം വളരെ കുറവാണ്. അപ്പോൾ പിന്നൊരു ഇതെന്ന് പറയുന്നത് പൂച്ചയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പകുതി ജീവനായി കടിച്ച് ചിലപ്പോൾ നമ്മുടെ കട്ടിലൊക്കെ കൊണ്ടിട്ട് കളയും. അങ്ങനൊരു പ്രശ്നമുണ്ട് പൂച്ചയ്ക്ക്. ഇത് പാമ്പിനെ പിടിക്കും, പക്ഷെ പിടിച്ചിട്ട് നമ്മുടെ വീടിനുള്ളിൽ കൊണ്ടുവരും. നമ്മുടെ വീടിലെ കട്ടിലൊക്കെ അത് കൊണ്ടിടും. അതിനെ അറിഞ്ഞുകൂടാ. കാരണം പൂച്ച എന്ത് സാധനമായാലും വിട്ട് ഇങ്ങനെ തട്ടിക്കളിക്കും. അതെ. അതിപ്പോൾ എലി ആയാലും ഒരു പാറ്റി ആയാലും ഇത് കണ്ടു കഴിഞ്ഞാൽ ആദ്യം കൊല്ലൂല. ഇത് കുറച്ച് സമയം ഇതിനെ ഇട്ട് തട്ടിക്കളിച്ച് അതിനെ ഒന്ന് കളിപ്പിച്ച് അങ്ങനെ കുറേ സമയം ഇവരിങ്ങനെ കളിക്കും. അപ്പോൾ എനിക്ക് തന്നെ ഉള്ളതുകൊണ്ട് എനിക്കറിയാം. ഞാൻ പല ജീവികളെ ഇതിങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് കുറേ ചെയ്തിട്ട് അവസാനമായിരിക്കും അത് കുറേ ആകുമ്പോഴത്തേക്ക് അത് തന്നെ അങ്ങ് ടയേർഡായി പിന്നെ അങ്ങ് ചത്തുപോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിട്ട് മാന്തിയൊക്കെ അങ്ങ് അവസാനമാണ് ഇത് കടിച്ച് കൊല്ലുന്നത്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ അര ഉയരൊക്കെ ആകുമ്പോഴായിരിക്കും ഇവരെ എടുത്തുകൊണ്ട് വന്ന് ചിലപ്പോൾ അകത്തുകൊണ്ടിടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പൂച്ചയൊക്കെ വളർത്തുന്നത് നല്ലതാണ് വീട്ടിൽ. ശരിക്കും ഇത് പട്ടി അതുപോലെ. പട്ടി ഈ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പട്ടിക്ക് മനസ്സിലാവും പാമ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ ഭാഗത്ത് നിന്ന് കുരച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും, മാറിപ്പോവില്ല. അതിൻ്റെ ഒരു സാന്നിധ്യം അതിന് മനസ്സിലാവും, വളരെ പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് പെറ്റ്സൊക്കെ ഉള്ളത് ശരിക്കും നല്ലതാണ്. പിന്നെ വളർത്ത് കിളികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ മൂർഖൻ പാമ്പും ചേരയും വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ കിളികളെ പിടിക്കാൻ ലവ് ബേർഡ്സിൻ്റെ ഇത് പിടിക്കാൻ വേണ്ടി വരും. അതെ, മുട്ടയെടുക്കാൻ വരും. പിന്നെ കോഴി ഉണ്ടെങ്കിൽ കോഴിമുട്ട എടുക്കാൻ വരും. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യമുണ്ട്. ഈ ഏറ്റവും അപകടകാരികളായ വീട്ടിലേക്ക് വരാൻ സാധ്യതയുള്ള പാമ്പുകൾ ഏതൊക്കെയാണ്? എല്ലാ പാമ്പും അപകടകാരികളാണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വെനമസ് ആയിട്ടുള്ള 5 പാമ്പാണ്. മീൻസ് കിങ് കോബ്ര, റസൽസ് വൈപ്പർ, സ്പെക്ടക്കിൾഡ് കോബ്ര, പിന്നെ സോസ്കെയിൽഡ് വൈപ്പർ, പിന്നെ കോമൺ ക്രേറ്റ്, വെള്ളിക്കെട്ട്. അപ്പോൾ അതിൽ കിങ് കോബ്ര നമുക്ക് പൊതുവിൽ അങ്ങനെ കാണുന്നില്ല. നമ്മുടെ ജില്ലയിലൊന്നും അധികം അങ്ങനെ ഇല്ല, വളരെ കുറവാണ്. പക്ഷേ മൂർഖൻ പാമ്പ് നമുക്ക് വളരെ കൂടുതലാണ്, ഒരുപാട് എണ്ണമുണ്ട്. അണലി അതിലും നമ്പർ കുറവാണ്. ക്രേറ്റ് അതിൽ കുറവാണ്. ക്രേറ്റിൻ്റെയൊക്കെ നമുക്ക് വളരെ കുറവ് റെസ്ക്യൂ ആണ് വരുന്നത്.
പക്ഷേ എണ്ണം അത് മുട്ടയിടുന്നതിൻ്റെ അതുകൊണ്ട് അപ്പോൾ മൂർഖനൊക്കെ ആണെങ്കിൽ 30, 32, 34 അങ്ങനെ ഒരു 40, 50 മുട്ട വരെയൊക്കെ ഇടാം. അണലിയാണെങ്കിൽ 60 വരെയൊക്കെ ഇടാം. ഏഷ്യാനെറ്റിൽ ഒരു സ്റ്റോറി കണ്ടിരുന്നു, അണലി ഒരു പ്രസവത്തിൽ 40, 50 കുഞ്ഞുങ്ങൾ 60 വരെയൊക്കെ വരും അണലിയുടെ. അത്രയും എണ്ണം ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ വെള്ളിക്കെട്ട് സർവൈവലും അത്രയും ഉണ്ടാവുമോ? ഇല്ല, അത് വളരെ കുറവാണ്. ഇതിൽ കുറേയൊക്കെ അങ്ങ് നശിച്ചു പോകും. മുട്ട തന്നെ ചിലപ്പോൾ കുറച്ച് നശിച്ചു പോകുമായിരിക്കും, ചിലപ്പോൾ ഫുള്ളും വിരിയുന്നതും. അതൊരു എന്താണ് അന്തരീക്ഷത്തിന്റെ ഒരു ഇതനുസരിച്ചാണ്. കാരണം അവരൊരു ചൂട്, തണുപ്പ് ഇതെല്ലാം കൂടി അങ്ങനെയുള്ള ഇതാണ് അവർക്ക് വേണ്ടത്. പിന്നെ അണലിക്ക് അത് മിക്കവാറും രക്ഷപ്പെടാനുള്ള കാര്യം അണലി ഇങ്ങനെ പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ പിന്നെ കുറച്ച് കാക്ക എടുത്തോണ്ട് പോകും, പെരുന്തെടുത്തോണ്ട് പോകും, പല്ലി പിടിക്കുക, അങ്ങനെ ഇങ്ങനെ കുറെ പോകുന്നതാ. പക്ഷേ മൂർഖനാണെങ്കിൽ മുട്ട നശിച്ചു പോവാം. അങ്ങനെ എല്ലാം ചിലപ്പോൾ വീഴണം എന്നില്ല. മുട്ട ഈ മണ്ണിനടിയിലല്ലേ ഇടുന്നത്. അപ്പോൾ ഏതെങ്കിലും രീതിയിലൊക്കെ നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതെ, ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് കടിയേറ്റ്, ഇപ്പോൾ വലിയ ആൾക്കാർക്ക് കടിയേൽക്കുകയാണെങ്കിൽ അത് അറിയും, ശ്രദ്ധിക്കുമായിരിക്കും. പക്ഷെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു കടിയേറ്റ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് എന്തെങ്കിലും സിംറ്റംസ് കാണിക്കുമോ? നമുക്ക് ഉറപ്പായിട്ട് അതിലിപ്പോ നമുക്ക് കുഞ്ഞുങ്ങൾക്കായാലും വലിയ ആൾക്കാർക്കായാലും ബൈറ്റ് ഉണ്ടായാലും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതിൽ ഇപ്പോൾ മൂർഖമാമിൻ്റെതും അണലിയുടേതുമാണ്. നമുക്ക് മൂർഖൻ, അണലി, വെള്ളിക്കെട്ടൻ, ഇത് മൂന്നുമാണ് ശരിക്കും നമ്മൾ പേടിക്കാനുള്ള. ഇവർ 3 പേര് മാത്രമേ ഉള്ളൂ. അല്ലെ സോസ്കെയിൽഡ് വേപ്പർ നമുക്ക് ഇവിടെ അധികം ഇല്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. പക്ഷേ ഇവർ 3 പേരാണ് നമുക്കുള്ളത്. അതിൽ മൂർഖനും അണലിയും കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അണലിയുടെ വലിയ പല്ലാണ്, നല്ല ആഴത്തിലെ പല്ല് താഴ്ന്നിറങ്ങും. മൂർഖനും അതുപോലെയാണ്. ബൈറ്റ് അറിയാൻ പറ്റും, നമുക്ക് കടിച്ചു എന്നുള്ള ഒരു അറിയാൻ പറ്റും. വേദന ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ആ ഭാഗത്ത് നല്ല നീര് വയ്ക്കും, കളറ് ചേഞ്ച് ചെയ്യും. മീൻസ് ഒരു പച്ച കളറോ റെഡ് കളറ്, ഒരു കറുത്ത റെഡ് കളറ്, നീല കളറ് പോലെയൊക്കെ ആവും. അപ്പോൾ അത് കാണുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ അത് കഴിയുമ്പോഴുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഈ മൂർഖൻ്റെത്, ക്രേറ്റിൻ്റെത് ന്യൂറോടോക്സിക് ആണ്. എന്തുവാണ്, നമുക്ക് പാരാലിസിസ് പോലെ വരും, സ്ട്രോക്ക് വരുന്ന പോലെ വരും. നമുക്ക് സംസാരിക്കണം എന്ന് തോന്നും, പക്ഷെ എന്താണ്, നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു സ്ട്രോക്ക് വരുന്നത് പോലെയാണ്, നമ്മുടെ ശരീര ഭാഗങ്ങൾ തളർന്നു പോകുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവും, ശ്വാസതടസ്സം ഉണ്ടാവും, നമുക്ക് ശ്വാസം എടുക്കുന്നതിലൊരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഈ കൃഷ്ണമണി ഇങ്ങനെ താഴ്ന്നു പോകുന്നത് പോലെ കൺപോള ഇങ്ങനെ തുറക്കാൻ പറ്റില്ല, അടഞ്ഞിളഞ്ഞു പോകും. അതുകൊണ്ടാണ് ആ കുഞ്ഞ് പറഞ്ഞത് ഒരാളെ 2ആയി കാണുന്നു എന്ന് പറഞ്ഞത്. നമുക്ക് നമ്മുടെ കണ്ണ് തന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബ്ലർ ആക്കുമ്പോഴത്തേക്കും നമുക്ക് 2 വിഷൻ കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ ആ കുഞ്ഞിന് തോന്നിയതാണത്. കാരണം ആ കണ്ണിങ്ങനെ അടഞ്ഞിടഞ്ഞു പോകുന്നത് കൊണ്ടാണ് പെട്ടെന്ന് 1-2ആയിട്ട് മാറി വരുന്നുണ്ട്. ശ്വാസതടസ്സം ഉണ്ടാവുന്നു എന്നത് പറയുന്നുണ്ട്. അതിന് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നത് കാണിക്കുന്നുണ്ട്, ആക്ഷൻ കാണിക്കുന്നുണ്ട്. അവസാനം എന്താണത്, വൊമിറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു ലാസ്റ്റ് സ്റ്റേജ് വരുന്നതിന് മുമ്പാണ് ഈ വൊമിറ്റിങ് വരുന്നത്. വൊമിറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അൺകോൺഷ്യസ് ആവും, പിന്നെ ബോധം നഷ്ടപ്പെടും. അപ്പോൾ ആ ഒരു സമയം അതെന്ന് പറയുന്നത് വളരെ പ്രഷ്യസ്. എത്ര ടൈം ഉണ്ടാകും ശരിക്കും? ഈ മൂർഖമ്പാമ്പോ അണലിയോ അതൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഒരു 1 അവറാണ് നമ്മൾ ശരിക്കും ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. ഈ 1 അവറിൻ്റെ ഉള്ളിൽ ശരിക്കും ആൻറ്റിവനം കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടും. ഒരു 90% ആൾക്കാരും രക്ഷപ്പെടും. പിന്നെ ഈ ആൽക്കഹോളിക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവായിരിക്കും. നമ്മളെ ബ്ലഡിൽ ആൽക്കഹോളിൻ്റെ അംശം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുറവായിരിക്കും. അതല്ലാന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ഒരു 95% വരെയൊക്കെ രക്ഷപ്പെടാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ഇവരുടെ കാര്യത്തിൽ ആ ഒരു താമസം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് വിചാരിക്കേണ്ടത്. അതെ, അപ്പോൾ നേരത്തെ ചോദിച്ചൊരു കാര്യമുണ്ട്, വീട്ടിലേക്കൊരു മൂർഖൻ വന്നാൽ ഒരു അപകട അവസ്ഥയിലാണ്, സെൽഫ് ഡിഫെൻസ് എന്ന പേരിൽ തല്ലിക്കൊല്ലേണ്ടി വന്നാൽ അത് കേസാകുമോ? അറിയുവാണെങ്കിൽ കേസാവും. വീഡിയോ എടുത്തൊക്കെ ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ടും കേസാവും എന്നുള്ളതാണ്. നമുക്ക് നിയമം നമ്മൾ എന്തായാലും അനുസരിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യണം എന്നുള്ളത് കൊണ്ട് നമുക്ക് കേസാവും. അതെ, ഇനി ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊന്നുമല്ല, ഇതിനെല്ലാം പുറമെ ഇപ്പൊ എന്തുവാണ്, ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എന്തുവാണ്, മലയാളികൾക്കൊരു വിചാരമുണ്ട്, നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ അത് വീട്ടിലെ സംഭവമാണ്, അല്ലെങ്കിൽ അവിടുത്തെ സംഭവമാണ്, അത് തൃശ്ശൂരാണ് നടന്നത്, ഇല്ലെങ്കിൽ ഇത് ചിറയൻകീഴാണ് നടന്നത് എന്നൊരു ഒരു അമിത വിശ്വാസം നമുക്കുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സംഭവിക്കില്ല, ഇത് നമുക്ക് ചുറ്റും നടക്കുന്നതാണ് എന്നൊരു അമിത വിശ്വാസം നമുക്ക് മലയാളികൾക്കുണ്ട്. ശരിക്കും അത് നാളെ നമ്മുടെ വീട്ടിലും സംഭവിക്കാം എന്നുള്ള വിശ്വാസത്തിൽ തന്നെ നമ്മൾ ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെല്ലാം പ്രതിരോധിക്കാനുള്ള ഒരു എന്തുവാണ് ഡിഫൻസ് മെക്കാനിസം നമ്മൾ തന്നെ ചെയ്താലേ പറ്റൂ. നമുക്ക് സുരക്ഷ മറ്റൊരാൾ ചെയ്തു തരില്ല, നമ്മൾ തന്നെ ചെയ്യണം.
അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ പാമ്പുകളുടെ പ്രശ്നമാണ് ഇപ്പോൾ ഭയങ്കര പ്രശ്നമായിട്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് വരുന്നത്. നാളെ വേറൊരു സംഭവമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ആ വരുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊന്ന് അറ്റ്ലീസ്റ്റ് അതൊന്ന് അനുസരിച്ച് അതിലൊരു ഒരു കെയർ കൊടുക്കാൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർക്കറിയില്ല, അവർ കുഞ്ഞു പിള്ളേരാണ്. അവർക്ക് ഇതിനെ പോയി പിടിക്കണം എന്നോ അല്ലെങ്കിൽ ഇത് പിടിക്കാൻ പാടില്ലെന്നോ അതിന് വിഷമാണ്, എന്താണ് ഈ വിഷം എന്നോ എന്താണ് വേണമെന്നോ ഒന്നും അവർക്കറിയില്ല. അപ്പോൾ അത് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. പിള്ളേരെ ഷൂസൊക്കെ ഇട്ട് മാത്രം പുറത്ത് കളിക്കാൻ വിടുക, ചപ്പിനും ചവറിനും ഇടയിലൊന്നും കുറച്ച് ദിവസത്തേക്കൊന്ന് വിടണ്ട, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി മാറ്റി നിർത്തണം. എനിക്ക് ഇന്നലെ ഒരു കോൾ വന്നായിരുന്നു. രാവിലെ ഒരു അണലിയുടെ കുഞ്ഞിനെ കണ്ടു, വൈകുന്നേരം ആയപ്പോൾ മോനാണ് കാണിച്ചു തന്നത്, വീണ്ടും കണ്ടു. അപ്പോൾ അണലിയൊക്കെ അത്രയും ഡേഞ്ചറാണ്. അപ്പോൾ അണലിയുടെയൊക്കെ നമുക്ക് ആൻറ്റിവെനം ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് രക്ഷപ്പെടുത്താമെങ്കിലും ചിലപ്പോൾ ചില സമയം താമസിക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ ആ ഭാഗം അമ്പ്യൂട്ട് ചെയ്ത് കളയേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവാം. ഈ പാമ്പ് ഷൂസിലും അതുപോലെ ഹെൽമെറ്റിലും ഒക്കെ കയറിയിരിക്കാറുണ്ടോ? അതെ, ഉറപ്പായിട്ടും കയറി. അത് തണുപ്പിന് വേണ്ടി കയറിയിരിക്കുന്നതാണ്. നമ്മുടെ ഷൂസൊക്കെ എപ്പോഴും നമ്മുടെ ഒരു വേർപ്പിൻ്റെയൊക്കെ ഒരു നനവുള്ള സാധനമാണ്. ഹെൽമെറ്റും അതുപോലെയാ, ഒരു സ്പോഞ്ചിൽ തണുപ്പുണ്ട്, അതുകൊണ്ട് അതിനുള്ളിൽ കയറിയിരിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ സ്ഥലത്തും എവിടെ വേണമെങ്കിലും കയറിയിരിക്കാം. നമുക്കൊരിക്കലും ഒരു അതിൻ്റെ സ്ഥലത്ത് മാത്രമേ ഇതൊക്കെ AC-ക്കുള്ളിലൊക്കെ ഒരു കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു. അതിപ്പോൾ എനിക്ക് വന്ന കോളായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു. ഒരു വാലിങ്ങനെ കയറി പോകുന്നത് പോലെ കണ്ടു. അവരെ വിളിച്ച് പറഞ്ഞതാണ്. അപ്പോൾ തന്നെ ഞാനൊരു വോളണ്ടിയറെ പറഞ്ഞു വിട്ടായിരുന്നു. പക്ഷെ പോയി AC പൊളിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് 5 എണ്ണം ഉണ്ടായിരുന്നു. നോൺ വെനമസ് ആയിരുന്നു, വില്ലൂന്നി എന്ന് പറയുന്ന ബ്രോൺസ് ബാക്ക് ആയിരുന്നു. പക്ഷെ എന്നാലും ഒരു പേടിയുണ്ടല്ലോ. അതെ, ഇപ്പൊ സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യുന്നവർക്ക് ഇത് പാമ്പ്, പക്ഷെ കാണുന്നവർക്കത് വലിയ കാര്യം തന്നെ. നമ്മളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഒരു മനുഷ്യനെ കൊല്ലാൻ മാത്രമുള്ള ഒരു സാധനം കൊണ്ടാണ് അത് നടക്കുന്നത്. പക്ഷെ അത് ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല അത് ശരിക്കും ആ ഒരു മെക്കാനിസം അതിൻ്റെ ഉള്ളത്. അതിന്റെ ഇരയെ പിടിക്കാൻ വേണ്ടി വെനം ഇഞ്ചെക്ട് ചെയ്യുന്നു, അത് കൊല്ലുന്നു, കൊന്നിട്ട് കഴിക്കുന്നു. അവർ ചവച്ചരച്ചൊന്നും അല്ലല്ലോ തിന്നുന്നത്. ഇവര് വെനം ഇഞ്ചെക്ട് ചെയ്യുന്നു, കൊല്ലുന്നു, വിഴുങ്ങുന്നു, സ്വളോയിങ് ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതൊരിക്കലും മനുഷ്യനൊരു ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അത്, പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യം ആകുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു വിഷമം തോന്നും. അത്യാവശ്യം ഇപ്പോഴൊന്നും തറയിലൊന്നും കിടക്കണ്ട, ഒന്ന് കട്ടിലിൽ കിടക്കണം. കിടക്കുന്നതിന് മുമ്പ് റൂമും ബെഡ്ഷീറ്റും എല്ലാം ഒന്ന് കുടഞ്ഞ് ഒന്ന് തട്ടി നോക്കിയിട്ടൊക്കെ ഉറപ്പായിട്ടും കിടക്കണം. കുഞ്ഞുങ്ങളെ കിടത്തുമ്പോഴും അതെ, കട്ടിലൊക്കെ ചേർത്തിടുമ്പോൾ ചുവരിൽ നിന്ന് കുറച്ച് ദൂരോട്ട് മാറ്റി ഇടണം. അതുപോലെ ജനലും വാതിലും തുറന്നിട്ടിട്ട് കിടത്തരുത്. ബാത്റൂമിൽ യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാറുണ്ട്. അപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റൊക്കെ ഉള്ളവർ എപ്പോഴും അതിൻ്റെ ആ ഒരു അടപ്പുണ്ടല്ലോ, അത് വെച്ചിട്ട് അത് എപ്പോഴും ഒന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കണം. അപ്പം ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ എന്തായാലും നമുക്കിപ്പോൾ ഈ ഒരു സാഹചര്യം ആയതുകൊണ്ട് നമ്മളൊന്ന് അലർട്ടായി ഇരുന്നാൽ മാത്രമേ നമുക്കതിൽ നിന്ന്, കാരണം നഷ്ടപ്പെട്ടത് 4 ജീവനാണ്. ആ 4 ജീവൻ എന്ന് പറയുന്നത് 4 കുടുംബമാണ്. അതെ, അതൊരിക്കലും തിരിച്ചു കിട്ടാനാവാത്തൊരു നഷ്ടമാണ്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം, അതും വളരെ അടുത്തടുത്താണ്. നമ്മുടെ ഈ 1ാമത് സംഭവം ഉണ്ടായപ്പോൾ മുതൽ എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് മുതൽ ചാനലിൻ്റെ മുന്നിൽ ഇരിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ചിലപ്പോൾ വിചാരിക്കും നമ്മൾ ഒരു വാക്ക് പറയുന്നതിലൂടെ ഒരാൾ രക്ഷപ്പെടുവാണെങ്കിൽ, അത് കാണുവാണെങ്കിൽ, ഒരാളെങ്കിലും കേൾക്കുവാണെങ്കിൽ നമുക്ക് അത്രയും ഒരു സമാധാനമുണ്ട്. കാരണം നമ്മളും നമ്മുടെ ജീവനും കളഞ്ഞിട്ടാണ് ഇതുപോലെ റെസ്ക്യൂവിന് വേണ്ടി ഇറങ്ങി പോകുന്നത്. നമ്മളിവരെ റെസ്ക്യൂ ചെയ്യാൻ രാത്രിയും പകലും ഇല്ലാതെ പോയി റെസ്ക്യൂ ചെയ്യുന്നത് ആ ഒരു കാര്യം കൊണ്ടാണ്, ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ളത് കൊണ്ട്, ആ ജീവിയെ കൊണ്ട്. അപ്പോൾ എന്നിട്ടും ഇങ്ങനൊരു വാർത്ത കേൾക്കുമ്പോൾ നമുക്കതൊരു വിഷമമാണ്. അപ്പോൾ അതത്രയും ഒരു സീരിയസ് ആയിട്ട് ആൾക്കാർ അത് എടുത്താൽ മാത്രമേ നമുക്കതിൽ നിന്ന് ഒരു കുറച്ച് നാളത്തെങ്കിലും, ഇതൊന്നും നേരത്തെ ഇത്രയും വലിയ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇപ്പോഴിങ്ങനെ കുറേ സംഭവം ഉണ്ടാകുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം, ഇപ്പോൾ എന്ത് പ്രശ്നമാണ്, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അലർട്ട് ആവണം എന്നുള്ളൊരു വിചാരം ഉറപ്പായിട്ടും ഉണ്ടാവണം. അതെ, ഇപ്പൊ സ്കൂളുകളിലും അവയർനെസ് ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഞാൻ സ്കൂള്, പഞ്ചായത്ത്, കോളേജിലൊക്കെ ക്ലാസ് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ഓർഡർ ഉണ്ട്. എല്ലാ സ്കൂളിലും ഫിറ്റ്നസ് കൊടുക്കണമെങ്കിൽ അവിടെ പാമ്പുകളെ കുറിച്ച് ബോധവൽക്കരണം നടത്തണം എന്നുണ്ട്. നമ്മൾ സ്കൂളിൽ പോയി ചെക്ക് ചെയ്ത് സ്കൂളിൽ നീറ്റ് ആൻഡ് ക്ലീൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട്. അതൊക്കെ പക്ഷേ വളരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന വളരെ നല്ല കാര്യങ്ങളാണ്. കാരണം സ്കൂളുകളിലൊക്കെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത കൊച്ചു മക്കളാണ്. അപ്പോൾ പല സ്കൂളുകളിലും, എല്ലാ സ്കൂളും മതിൽ കെട്ടി 4 ചുറ്റും അടച്ച സ്കൂളുകളൊന്നും അല്ല. അപ്പം നമ്മൾ തന്നെ 1-2 സ്ഥലത്തൊക്കെ പോയി നോക്കിയപ്പോൾ അതിൻ്റെതായ ന്യൂനതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. അതെ, എന്തായാലും വലിയ തിരക്കുകൾക്കിടയിലാണ് എന്നറിയാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തതിന് ഒരുപാട് താങ്ക് യു. ഒരുപാട് താങ്ക്സ്.